പ്രിയ സഹോദരരെ, പ്രിയ കുട്ടികളെ, പ്രിയ സ്നേഹിതരഞ്ഞ ബ്രദർ തോമസ് പോൾ, പ്രിയ സുഹൃത്തുക്കളെ, ഈ രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ചുകൂടി ബലിയർപ്പിച്ച് അവിടുത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേകമായ കുർബാന മധ്യയുള്ള വിചിന്തനത്തിൻ്റെ വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ ഗത്സമനിയിലെ പ്രാർത്ഥന. ഹോളി ലാൻഡ് പിൽഗ്രിമേജിന് പോയിരിക്കുന്നവർക്ക് അവിടെ കാണാൻ സാധിക്കും യേശു പ്രാർത്ഥിച്ച ഗത്സമനിയിലെ തോട്ടത്തിലെ ആ പാറയും അതിൻ്റെ ചുറ്റുപാടും പണിതിരിക്കുന്ന ദേവാലയവും രക്തം വിയർപ്പുതുള്ളികളായി വീണ് പ്രാർത്ഥിച്ച ഇടമാണ്. ഗത്സമനിയിലെ പ്രാർത്ഥനയിൽ കർത്താവ് ഏകനായിരുന്നു, ആരുമില്ല. ശിഷ്യന്മാരൊക്കെ തളർന്ന് ഉറങ്ങുന്ന സമയം. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഏകാന്തതയിൽ കർത്താവ് പ്രാർത്ഥിച്ച ഒരുപാട് സമയങ്ങളുണ്ട്. പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കാണുന്നുണ്ട്. മലമുകളിലേക്ക് കയറി പ്രാർത്ഥിച്ച് കാണുന്നുണ്ട്. കടൽ തീരങ്ങളിൽ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗത്സമനിയിൽ പല വട്ടം യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയാം. ഗത്സമനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഓയിൽ പ്രസ് എന്നാണ്. ഈ എണ്ണ ഉണ്ടാക്കാനുള്ള ചക്ക് എന്ന് പറയുമല്ലോ. ആ സ്ഥലവും ആ പേരും യേശുവിൻ്റെ ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒലിവിൻ്റെ കായയിൽ നിന്ന് ചക്കിലിട്ട് പ്രസ് ചെയ്ത് എങ്ങനെ അതിൽ നിന്നും എണ്ണ വേർതിരിച്ചെടുക്കുന്നുവോ അതുപോലെ ഹൃദയം നൊമ്പരപ്പെട്ട് തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായിട്ട് പുറത്തേക്ക് ഒഴുകുന്ന ജീവിതത്തിൻ്റെ ഞെരുങ്ങലിൻ്റെ വേദന അനുഭവിക്കുന്ന ജീവിതം, അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഗത്സമനി. ആ വേദനയിൽ, ആ ഏകാന്തതയിൽ ആരുമില്ലാതെ തന്നെ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു. ഈ വചനം ഇന്ന് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ഈ വചനം എന്ത് നമ്മോട് സംസാരിക്കുന്നു എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ കുറേ പേര് ഒരുമിച്ച് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദേവാലയങ്ങളിലൊക്കെ ഇതുപോലെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകളാണ്. ധ്യാന അവസരങ്ങളിലും ഇതുപോലെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകളാണ്. ഇതിന് വലിയൊരു ബലമുണ്ട്. അതോടൊപ്പം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെ നമുക്കറിയാം. നമുക്ക് വേണ്ടി പലരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു വിശ്വാസം, ഒരു ബലം, ഒരു ധൈര്യം നമുക്കുണ്ട്. പക്ഷേ അതിനു അപ്പുറത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാന്തമായി ഹൃദയം നുറുങ്ങി മറ്റാരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനായി, നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ നേടാനായി, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നേടാനായിട്ട് നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഏകാന്തതയിൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം എത്ര? കുടുംബത്തോടൊക്കെ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന നിമിഷമാണ് അതൊക്കെ. ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ കണ്ടുമുട്ടുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. വ്യക്തിപരമായി അനുഭവിച്ചറിയുന്ന നിമിഷം. യേശു ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ പോയതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ പിതാവിൻ്റെ ഹിതം അറിയാൻ. അത് ഒരുപക്ഷെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് ലഭിക്കണമെന്നില്ല. ഏകാന്തതയിൽ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നു എനിക്കും നിങ്ങൾക്കൊക്കെ. രണ്ടാമത്തേത്, യേശു ഏകാന്തതയിൽ പ്രാർത്ഥിച്ചതിൻ്റെ കാരണം തൻ്റെ ജീവിതത്തിന് വേണ്ട ഊർജം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുറേ ഊർജം നമുക്ക് ലഭിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ ഏകാന്തതയിൽ ചെലവഴിച്ച് നേടിയെടുക്കുന്ന ജീവിതത്തിൻ്റെ ഊർജത്തിന് ഒരുപാട് ആത്മബന്ധമുണ്ട്. അതിന് നമ്മുടെ വേദനകളുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളൊക്കെ ചേർത്ത് വയ്ക്കാൻ അതിന് സാധിക്കും.
അങ്ങനെ ദൈവസന്നിധിയിൽ ഏകാന്തതയിൽ പ്രാർത്ഥിച്ച് ശക്തി ആർജിച്ചതിൻ്റെ, ദൈവഹിതം അറിഞ്ഞ് ജീവിച്ചതിൻ്റെ ഒരു ആത്മീയതയുടെ വളർച്ച നമുക്ക് എത്രമാത്രമുണ്ട്. അതും നേടേണ്ടവരാണ് നമ്മളെന്ന് ഓർക്കണം. ഈ നാടിൻ്റെ ആത്മീയത നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നാം ഇന്ന് കണ്ടെത്തുന്നതാണ്. ഇവർക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരുമിച്ച് ദേവാലയങ്ങളിലും പ്രാർത്ഥനകളിലൊക്കെ പങ്കുചേർന്ന ഒരു സമൂഹത്തിൻ്റെതായ ഒരു ആത്മീയതയുടെ ഒരു മുന്നേറ്റം. ഇന്ന് അവർ സമയം ചെലവഴിക്കുന്നത് ഏകാന്തതയിലാണ്. എത്രയോ മനുഷ്യർ ദിവികാരുണ്യ സന്നദ്ധിയിൽ നിശബ്ദമായി വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരാളും ഗൈഡ് ചെയ്യാനില്ലാതെ ദൈവസന്നിധിയിലേക്ക് ഏകാന്ത ദൈവാനുഭവത്തിന് വേണ്ടി കടന്നു പോകുന്ന ഇവിടെയുള്ള പലരെയും നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ ബ്രദർ തോമസ് പോൾ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ശക്തിയെ കൊണ്ടു നടക്കുന്നവർ. ചെറിയ കാര്യങ്ങളിലായാലും വലിയ കാര്യങ്ങളിലായാലും പരാജയങ്ങളിൽ പതറാതെ നിൽക്കുന്ന മനുഷ്യരില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള മനുഷ്യരിവിടെ. രോഗങ്ങളിലായാലും, ഞാൻ പറഞ്ഞു വരിക ഈ നാടിൻ്റെ ഈ വിശ്വാസ ജീവിതം തുടരുന്ന ജനത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അവർ ഏകാന്തതയിൽ സമയം ചെലവഴിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഖ്യവും സന്തോഷവും ആത്മീയതയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വളരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ആത്മീയത സ്വന്തമാക്കാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്. നമ്മൾ സമൂഹത്തിൻ്റെ ചേർന്നുള്ള ആത്മീയതയിൽ ഇങ്ങനെ ഒഴുകുന്നവരാണെങ്കിൽ ഈ ഏകാന്ത നിമിഷങ്ങളിൽ നമ്മൾ പതറിപ്പോകാനായിട്ടിടയുണ്ട്. യേശുവിന് 12 സ്ലീഹന്മാരുടെ അവസാനം 11 മാറും നമുക്കറിയാം. കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ വേദനകളിൽ തൻ്റെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളായിരുന്നു കർത്താവിനുണ്ടായിരുന്നത്. വീട്ടുകാർ നമ്മോടുകൂടെയുണ്ട്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഒക്കെ നമ്മോടുകൂടെയുണ്ട്. അതിനൊക്കെ ഓരോ പരിധികളുണ്ട്. അതിനാൽ ദൈവത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ട ആത്മീയത സ്വന്തമാക്കുന്നവരായിട്ട് നമ്മൾ മാറേണ്ടതാണ്. ഈ പ്രാർത്ഥനയിൽ, ഗെത്സമനിയിലെ പ്രാർത്ഥനയുടെ 2 തലം ഇവിടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ശിഷ്യന്മാരെ കൂടെ വിളിച്ചുകൊണ്ടുപോയി അവരോട് ചേർന്നുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു ബലം, ഒരു ഫെലോഷിപ്പ്. ഒപ്പം തൻ്റെ പിതാവിനോട് ചേർന്നുള്ള ഒരു സൗഹൃദം. ഈ 2 തലം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ബലവത്താകുക. യേശു അതാണ് തൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി 3 പേരെ പ്രത്യേകമായി വിളിച്ചു കൊണ്ടുപോയതും അവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ടത്. ഇങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ബലപ്പെടുത്താൻ, അവരെ ശക്തിപ്പെടുത്താൻ കാരണമാകുന്ന ഒരു ആത്മീയതയുടെ സൗഹൃദം നമുക്കുണ്ടാവണം. അങ്ങനെ ഒരു ആത്മീയതയുടെ സൗഹൃദ വലയം നമുക്ക് എത്രമാത്രമുണ്ട്, അത് എത്രമാത്രം ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് നമ്മളെ വളർത്തുന്നുണ്ട്. ഇതൊക്കെ ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാർലോ കരേറ്റോ എന്നുള്ള എഴുത്തുകാരനെ 1910 ജനിച്ച മനുഷ്യനാണ്. ഇറ്റാലിയനായിരുന്നു. അദ്ദേഹം ഒരു കാത്തലിക് ആക്ടിവിസ്റ്റ് ആയിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഉൾവിളി ഉണ്ടായപ്പോൾ അയാളെ തീരുമാനമെടുത്തു, ഏകാന്ത ജീവിതത്തിൻ്റെ കോണ്ടംപ്ലേറ്റീവ് ലൈഫ്, അതിൻ്റെ പ്രാധാന്യം. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വെളിപാടിൽ അദ്ദേഹത്തിന് കേൾക്കാനിടവന്ന സ്വരം ഇതാണ്: ലീവ് എവറിഥിങ് ആൻഡ് കം വിത്ത് മീ ഇൻ ടു ദ ഡിസേർട്ട്. ഇറ്റ് ഈസ് നോട്ട് യുവർ ആക്ട്സ് ആൻഡ് ഡീഡ്സ് ദാറ്റ് ഐ വാണ്ട്. ഐ വാണ്ട് യുവർ പ്രയർ, യുവർ ലവ്. ഇങ്ങനെയും ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ഏകാന്തമായി കടന്നു ചെല്ലാനായിട്ട്. ആ മനുഷ്യനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആഫ്രിക്കയിലെ മരുഭൂമിയിൽ തുടങ്ങിയിരിക്കുന്ന അവിടെ ഉണ്ടായിരുന്ന
ലിറ്റിൽ ബ്രദേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയിൽ ചേരാണ്. മരുഭൂമിയിൽ വസിച്ച് ദൈവത്തെ അനുഭവിച്ചറിയുന്ന മനുഷ്യർ. അദ്ദേഹമാണ് വളരെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള പുസ്തകം എഴുതിയത്, ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡെസർട്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് തങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരുപാട് അഡ്രസ്സുകൾ അടങ്ങിയ ഒരു ബുക്കുമായിട്ടാണ് അദ്ദേഹം പോയത്. എന്നാൽ മരുഭൂമിയിലെ വാസം, അയാളുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഈ അഡ്രസ് ബുക്കുകളൊക്കെ കത്തിച്ചമ്പലാക്കി ഏകാന്തമായ ഒരു ജീവിതത്തിലേക്ക് അയാൾ നയിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെ സഹായിക്കുന്നവർ, ഒരു നിമിഷം നമ്മുടെ ഈ ആത്മീയ ബന്ധങ്ങളിൽ ഇല്ലാത്ത ഒരു നിമിഷം ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിവർന്നു നിൽക്കാൻ കെൽപ്പുള്ളവരാണോ? ഒരുപാട് പേരുടെ പ്രാർത്ഥനയിലും സപ്പോർട്ടിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോവുക, ശരിയാണ്. അതില്ലാത്തൊരു നിമിഷം നിവർന്നു നിൽക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ എത്രമാത്രം ആത്മധൈര്യമുള്ളവരാണ് നമ്മൾ. ഇതാണ് ഇന്നത്തെ പ്രസംഗത്തിലൂടെ ബ്രദർ തോമസ് പോൾ നമ്മളെ കൂടുതൽ ഓർമ്മപ്പെടുത്തിയത്. ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആ നിറവ് അറിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള കെൽപ്പുള്ളവരായിട്ട് മാറണം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതാ. നമ്മുടെ കൂടെ കുട്ടികളിരിപ്പുണ്ട്, മുതിർന്നവരുമുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ആത്മീയതയുടെ വഴികൾ അവർ കണ്ടെത്തും. അവിടെ ഒറ്റപ്പെടാൻ പോകുന്നത് ആരാണെന്ന് വളരെ വ്യക്തമാണ്. ഒരുപാട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാന്തമായി സമയം ചെലവഴിക്കേണ്ട ദിനങ്ങൾ വിദൂരങ്ങളല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ വചനങ്ങൾ. യേശു ഗത്സമനിയോടൊപ്പം തന്നെ അതിക്കും മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ചെലവഴിച്ച് നമുക്കറിയാം. യഹൂദരുടെ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് മരുഭൂമി എന്നുള്ളത് സാത്താൻ വസിക്കുന്ന ഇടമാണ്, പിശാചിൻ്റെ വികാര കേന്ദ്രമാണ്. എന്തുകൊണ്ട് യേശു പിശാചിൻ്റെ ഇടമായ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ ഈ നടുവിൽ പോയി പാർത്തു? വ്യാഖ്യാനം വളരെ വ്യക്തമാണ്. പരീക്ഷിക്കപ്പെടാൻ. നമ്മൾ ഒരുപക്ഷെ ആത്മീയ ജീവിതത്തിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കാത്തവരാണ്, മറിച്ച് സേഫ് സോണിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. വലിയ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി എല്ലാം സുരക്ഷിതമാക്കുന്ന എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്, തിന്മകളുടെ പൈശാചികമായ ശക്തികളുടെ ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെയും വല്ലായ്മകളുടെയും നടുവിൽ ജീവിച്ചുകൊണ്ട് യേശുവിനെ എത്രമാത്രം, ദൈവത്തെ എത്രമാത്രം ഏറ്റുപറയുന്ന ജീവിതം നമ്മുടേതാക്കി നമുക്ക് മാറ്റാൻ കഴിയും. തകർന്നു പോകാതെ നിൽക്കാൻ പറ്റുമോ? യേശു നമ്മെ ഓർമ്മപ്പെടുന്നതാണ്, 40 ദിനരാത്രങ്ങൾ തിന്മയുടെ പൈശാചികമായ ശക്തിയുടെ നടുവിൽ ജീവിച്ചിട്ടും ഒന്നും തന്നെ ഏശാതെ കൂടുതൽ കരുത്താർജിച്ച മനുഷ്യനായി അവിടെ നിന്ന് തിരിച്ചു വന്നു. യേശുവിൻ്റെ ഏകാന്ത പ്രാർത്ഥനകളൊക്കെ അത് തന്നെയാണ്. കൂടുതൽ ശക്തി ആർജിച്ച മനുഷ്യനായി തിരിച്ചു വരാൻ. ഇത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. നാടും വീടും ഒക്കെ വിട്ട് ദൂരങ്ങളിൽ നാം ജീവിക്കുമ്പോൾ ഇത് നമ്മളെ നയിക്കേണ്ട ദൈവാനുഭവമാണ്. അതിനാൽ ഗത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച കർത്താവ് നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു മാതൃകയാണ്. പൗരോഹിത്യ ജീവിതത്തിലൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. ആരുമില്ല, ആരോടും പ്രാർത്ഥനാ സഹായം പോലും ചോദിക്കാൻ പറ്റില്ല. അച്ഛൻ വേറൊരാളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? ചില ദുഃഖങ്ങളുടെയും ചില ഒറ്റപ്പെടുകളുടെയും വേദനകളുടെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. ദൈവസന്നിധിയിലിരുന്ന് കുമ്പസാരക്കൂട്ടിൽ പാപം കേൾക്കുന്ന അവസ്ഥയിൽ മറുപടികൾ പറയണം, തീരുമാനങ്ങൾ അറിയിക്കണം. ആരോടും കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരിക, ഒരു വൈദിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഏകാന്തമായി ജീവിക്കേണ്ടതിൻ്റെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ട് പറയാം. അതിനേക്കാളും കൂടുതലാണ് കുടുംബജീവിതാന്തരീക്ഷങ്ങളിൽ. ഇങ്ങനെ ഏകാന്തതയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തോടുകൂടെ സമയം ചെലവഴിച്ച് ആന്തരിക മനുഷ്യനെ കരുത്തുള്ളതാക്കി മാറ്റാൻ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മളെ സഹായിക്കട്ടെ.
ഈ വിശുദ്ധ കുർബാന സ്വീകരണം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളും നമ്മുടെ ആന്തരിക മനുഷ്യനെ കെൽപ്പുള്ളതാക്കി മാറ്റാൻ കാരണമാകട്ടെ. അതിന് ഗെത്സമനിയിൽ പിതാവിൻ്റെ ഹിതമറിഞ്ഞ് പ്രാർത്ഥിച്ച, സ്വയം കരുത്താർജിച്ച യേശു നമുക്ക് മാതൃകയായിരിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ, ഈ രാത്രിയിൽ അങ്ങനെ ഏകാന്തതയിൽ ദൈവസന്നിധിയിലായിരുന്ന കർത്താവിനെ നമുക്ക് അനുകരിക്കാം, നമുക്ക് സ്വന്തമാക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ